ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി ജാതികൾ എന്ന് പറയുന്നത് ജാതി തന്നെയാണോ? ഒരിക്കലുമല്ല. ഈ ലോകത്ത് 4 ജാതിയേ ഉള്ളൂ. പക്ഷെ ഇന്ന് എല്ലാവരും ജാതിയും വർണ്ണവും കൂട്ടിക്കലർത്തിയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ജന്മം കൊണ്ട് ഒരാൾ ബ്രാഹ്മണനാകുന്നില്ല. നമ്മുടെ ആചാര്യന്മാര് വളരെ കൃത്യമായിട്ടാണ് ഇതിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം വിഷയം ജാതി സമ്പ്രദായം കാലാകാലങ്ങളായി ജനങ്ങളുടെ സ്വാതന്ത്ര്യ ജീവിതത്തിൽ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ കാർന്നു തിന്നുന്ന അഥവാ നമ്മെ വിഭജിച്ചു നിർത്തുന്ന ഒരു മഹാമാരിയാണ് ഈ ജാതി സമ്പ്രദായം. നമ്മളുടെ ഭാരതത്തില്, കേരളത്തിൽ തന്നെ എടുക്കാം, 4 ജാതി അല്ലെ 5 ജാതി ഉണ്ടെന്ന് പറയുന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദി ജാതികൾ. ഇതിലൊന്നും പെടാത്തവര് ദളിത ജാതി എന്ന് പറയുന്നു. ഇതിന്റെ ആധികാരികത പരിശോധിച്ചാൽ ഇത് ആചാര്യന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഋഷീശ്വരന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലെ ശ്രീകൃഷ്ണനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് നിലവിലുള്ള ജാതി പോലെ തന്നെയാണോ എന്നാൽ യഥാർത്ഥത്തിൽ ആചാര്യന്മാര് ചിട്ടപ്പെടുത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ജായതേ ഇത് ജാതി പറഞ്ഞു വരുമ്പോൾ ശരിയാണ്, ജന്മം കൊണ്ട് ജാതി. അങ്ങനെയാകുമ്പോൾ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരൊക്കെ ബ്രാഹ്മണ ജാതി, ക്ഷത്രിയ കുടുംബത്തിലൊക്കെ ജനിച്ചവര് ക്ഷത്രിയ ജാതി, വൈശ്യര്, ശൂദ്രര് അതുപോലെ തന്നെ. അപ്പോ ദളിത് വിഭാഗത്തിൽ ജനിച്ചവരൊക്കെ ദളിത് ജാതി എന്ന അർത്ഥത്തിൽ ആകും. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ അതാണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ആചാര്യന്മാര് ഉദ്ദേശിച്ച ജാതി സമ്പ്രദായം ഇതായിരുന്നോ? അപ്പോൾ നമ്മൾ ജാതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജാതി മാത്രം സംസാരിച്ചാൽ പോരാ. ജാതി എന്ത്, വർണ്ണമെന്ത്, കുലമെന്ത്, ഗോത്രമെന്ത്, ഈ 4ന്റെ വ്യത്യാസം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ജാതി എങ്ങനെയായിരുന്നു ആചാര്യന്മാര് ചിട്ടപ്പെടുത്തിയത്, അല്ലെ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറയുന്നവർ ചിട്ടപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദി ജാതികൾ എന്ന് പറയുന്നത് ജാതി തന്നെയാണോ? ഒരിക്കലുമല്ല. അതൊരു വർണ്ണ വ്യവസ്ഥ മാത്രമാണ്. ജാതി എന്നാൽ എന്ത്? ജായതേ ഇത് ജാതി, ജന്മം കൊണ്ട് ജാതി. ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ജന്മം കൊണ്ട് ജാതി. അതെങ്ങനെയാണ്? ഈ ലോകത്ത് 4 ജാതിയേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് അറിഞ്ഞു വരുന്ന ജാതികൾ പലതാണ്. ജന്മം കൊണ്ട് ഒരു 150 ജാതികൾ കേരളത്തിൽ തന്നെയുണ്ട്. എന്നാൽ ആചാര്യന്മാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ലോകത്ത് 4 ജാതിയേ ഉള്ളൂ. ഏതൊക്കെയാണ് 4 ജാതികൾ? അണ്ഡജം, സ്വേദജം, ജീവജം, ജരായുജം. ഈ 4 ജാതി അല്ലാതെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഒരു ജാതി ഉണ്ടാവില്ല. അണ്ഡജം എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞുണ്ടാവുന്നതൊക്കെ ഒരു ജാതി. അതെന്തുമാകാം. അത് പറക്കുന്ന പക്ഷികളാവാം, കടലിലുള്ള മത്സ്യങ്ങളാവാം, കരയിലുള്ള മറ്റു ജന്തുക്കളും ആകാം. മുട്ട വിരിഞ്ഞുണ്ടാവുന്നതെല്ലാം ഒരു ജാതി, അണ്ഡജം. സ്വേദജം എന്ന് പറഞ്ഞാൽ വിയർപ്പിൽ നിന്നുണ്ടാകുന്നത്. അത് നമുക്ക് നമ്മുടെ പേന്, ഈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കൂടാതെ ഈ ഫംഗസ്, വൈറസ്, ബാക്ടീരിയാസ് അങ്ങനെയുള്ളതെല്ലാം ആ കാറ്റഗറി വരും. അതൊക്കെ ഒരു ജാതി. മൂന്നാമത്തത് ജീവജം എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്യങ്ങൾ, വൃക്ഷലതാദികൾ, അവരെല്ലാം ഒരു ജാതി. അവസാനത്തേത് ജരായുജം എന്ന് പറഞ്ഞാൽ പ്രസവിച്ചുണ്ടാവുന്നതൊക്കെ ഒരു ജാതി. അതെല്ലാം പെടും അതില്. ഇത്രയേ ഉള്ളൂ 4 ജാതി. യഥാർത്ഥത്തിൽ ഇതാണ് ജായതേ, ജന്മം കൊണ്ട് എന്ന് പറയുന്നത്. ആചാര്യന്മാർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഉപനിഷത്തില് വജ്രസൂചിക ഉപനിഷത്ത് എടുത്ത് വായിച്ചാൽ അറിയാം. ഇതിനെ നിങ്ങൾ ജാതി എന്നറിയൂ. പക്ഷെ ഇന്ന് എല്ലാവരും ജാതിയും വർണ്ണവും കൂട്ടിക്കലർത്തിയാണ് സംസാരിക്കുന്നത്. ബ്രാഹ്മണ ജാതി, ക്ഷത്രിയ ജാതി, അങ്ങനെ ഒരു ജാതി ഇല്ല തന്നെ. അങ്ങനെ ഒരു ജാതി ഇല്ല. അത് വർണ്ണ വ്യവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ജാതിയെ കുറിച്ച് പറഞ്ഞു. അടുത്തത് വർണ്ണം എന്താണെന്ന് മനസ്സിലാക്കുക. വർണ്ണം എന്ന് പറഞ്ഞാൽ വ്രിയതേ ഇതി വർണ്ണം, വരിക്കുന്നതാണ് വർണ്ണം. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്, അല്ലാതെ ജന്മം കൊണ്ട് കിട്ടുന്നതല്ല. ഒരിക്കലും ജന്മം കൊണ്ട് ഒരാൾ ബ്രാഹ്മണനാകുന്നില്ല. നമ്മളുടെ അറിവിൽ നിന്നുമാണ് ബ്രാഹ്മണനാകുന്നോ, ക്ഷത്രിയനാകുന്നോ, വൈശ്യനാകുന്നോ, ശൂദ്രനാകുന്നോ എന്ന് പറയുന്നത്. ഇതിൽ ദളിത് എന്നൊരു വിഭാഗം സത്യത്തിൽ ഇല്ല, അങ്ങനെ പറയുന്നില്ല. അത് പിന്നീട് ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയതാണ് മറ്റാരുടെയോ ലാഭത്തിന് വേണ്ടിയിട്ട്. എന്താണ് വർണ്ണം?
ഈ വർണ്ണ വ്യവസ്ഥ കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നു. ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അതായത് വ്യാസൻ ചിട്ടപ്പെടുത്തിയതാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്യാകർത്താരമവ്യയം. അത് പറയുന്നു അതില്. ചാതുർവർണ്ണ്യം 4 വർണ്ണത്തെ മയാ സൃഷ്ടം ഞാനാൽ സൃഷ്ടിക്കപ്പെട്ടു. ഗുണകർമ്മ വിഭാഗശഃ അത് ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. എന്താണ് ഗുണകർമ്മങ്ങൾ? ഗുണം എന്ന് പറഞ്ഞാൽ 3 വിധത്തിലുള്ള ഗുണങ്ങളാണ്. സത്വ, രജസ്, തമോ ഗുണങ്ങൾ. ഈ 3 ഗുണങ്ങളും കൂടാതെ ആ വ്യക്തി തിരഞ്ഞെടുക്കുന്ന കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വർണ്ണം ഉണ്ടാകുന്നത്. ഒരു വ്യക്തി ബ്രാഹ്മണൻ ആകുകയാണെങ്കിൽ അതിൽ പറയുന്നു ആചാര്യന്മാർ, ബ്രഹ്മണി ചരിതും ശീലം യസ്യ ബ്രാഹ്മണോ എന്നാണ് പറയുന്നത്. ബ്രഹ്മമാർഗത്തിലൂടെ ചലിക്കുവാൻ ശീലമുള്ളവനാരോ അവൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണിലിട്ടാൽ ബ്രാഹ്മണനായി എന്നല്ല അർത്ഥം. ബ്രാഹ്മണന്റെ മകനായി ജനിച്ചത് കൊണ്ട് ബ്രാഹ്മണനായി എന്നുമല്ല അർത്ഥം. ആ ഗുണം നിനക്കുണ്ടായിരിക്കണം. ബ്രഹ്മജ്ഞാനം അത് ആർജിക്കുവാൻ വേണ്ടി പുറപ്പെട്ടവനായിരിക്കണം. ബ്രഹ്മജ്ഞാനം ആർജിച്ചവനായിരിക്കണം ബ്രാഹ്മണൻ. കാരണം ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ, കൃത്യമായ, ശാസ്ത്രീയമായ ഉത്തരം നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ബ്രാഹ്മണൻ എന്ന് നമുക്ക് വിളിക്കാം. അത് ആര് എന്ന് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപനം നടത്തുന്നവര്, ശാസ്ത്രീയമായ ഉത്തരങ്ങൾ തരാൻ സാധിക്കുന്നവര്, ഇവരൊക്കെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. യഥാർത്ഥ ബ്രാഹ്മണൻ പൂണൂലിടാറില്ല. പൂണൂലിന്റെ ആവശ്യമില്ല അവർക്ക്. അത് ഒരു പക്ഷേ പൂജാതി കർമ്മങ്ങളിലൊക്കെ പൂണൂലിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കിടാം. അതല്ലാതെ പൂണൂലിട്ടവർ ബ്രാഹ്മണരാണെന്ന് പറയാൻ സാധ്യമല്ല. അവർക്ക് പറയാം. അത് ഓരോ കുലത്തിന്റെ ആചാരം എന്ന് പറയാൻ പറ്റും. കാരണം അത് അവർ ചിട്ടപ്പെടുത്തിയതാണ് പൂണൂലിടുക. അത് അപ്പോൾ ഒരു നമ്പൂതിരി, ഞാൻ നമ്പൂതിരി കുലത്തിലുള്ള ആളാണ്, ഞാൻ അയ്യർ കുലത്തിലുള്ള ആളാണ്, അതല്ലെങ്കിൽ ഞാൻ അയ്യങ്കാർ കുലത്തിൽ, ഭട്ടതിരി കുലത്തിൽ ഉള്ള ആളാണ് എന്ന് പറയാം. ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയാൻ അവകാശമില്ല. അങ്ങനെ പറയാൻ അവകാശം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൃത്യമായ ജ്ഞാനമുണ്ടായിരിക്കണം. ഒരു നല്ല അധ്യാപകൻ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരം നൽകുന്നുണ്ട് എങ്കിൽ അദ്ദേഹമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ക്ഷതാത്രായതേ ഇത് ക്ഷത്രിയൻ, നമ്മളെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്, നമുക്ക് സംരക്ഷണം നൽകുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ ക്ഷത്രിയർ എന്ന് പറയാം. ഇന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പട്ടാളക്കാരെ, ഈ രാജ്യം കാക്കുന്ന പട്ടാളക്കാരെല്ലാം ക്ഷത്രിയരാണ്. രജസ് ഗുണമാണ്. ആദ്യത്തേത് സത്വഗുണത്തിൽ പെടുന്നു, രണ്ടാമത്തേത് രജോ ഗുണത്തിൽ പെടുന്നു. വൈശ്യർ എന്ന് പറഞ്ഞാല് വ്യവസായങ്ങൾ ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്ന വ്യക്തികള്, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നവര്, സമ്പദ്ഘടന ഉണ്ടാക്കിയെടുക്കുന്നവര്, കൊടുക്കൽ വാങ്ങലുകൾ, അവസാനം പാദസേവ ചെയ്യുക എന്ന് പറയും. അതായത് നമ്മള് വിദ്യാഭ്യാസം കുറവായിരിക്കും, ഒരു അലസ മനോഭാവമുള്ളവരായിരിക്കും, അവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് പിയൂൺ ജോലി പോലെയുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ അടിച്ചു വാരുക, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ, കാരണം അവർക്ക് വിദ്യാഭ്യാസം അവർക്ക് പറ്റുന്നില്ല, അവർക്കത് എത്ര പഠിച്ചാലും അവർക്ക് മനസ്സിലാവുന്നില്ല, അതിലേക്ക് പോകാൻ പറ്റുന്നില്ല, അവസരങ്ങൾ കൊണ്ട് പറ്റുന്നില്ല, അവർക്ക് അല്ലെങ്കിൽ കൃത്യമായ അവസരങ്ങൾ കിട്ടാതെ വരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളില് ആ ഒരു തലത്തിലേക്ക്, പിന്നെ ഇതിൽ ജന്മത്തിനും ഒരു കാരണമുണ്ട്. 3 ഗുണങ്ങളിൽ തമോ ഗുണപ്രധാനിയായി മാറുക. ഇവിടെ ജന്മം ഒരിക്കലും ഒരു അടിസ്ഥാനമല്ല. ഇനിയുമുള്ള തലമുറയെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് കുലം. ഈ കുലം ആണ് യഥാർത്ഥത്തിൽ ബ്ലഡ് റിലേഷൻ ഉണ്ടാകുന്നത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഓരോ കുലത്തിലും കുലദേവതമാരുള്ളത്. നമ്മൾ എപ്പോഴും പറയും, അവർ ഓരോരുത്തരും അവരവരുടെ കുലദേവതയെ പ്രാർത്ഥിക്കണം. കാരണം ഒരു സമ്പ്രദായം, ഒരു കുടുംബം ഒരു സമ്പ്രദായം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരു ആരാധനാ സമ്പ്രദായം. ആ ആരാധനാ സമ്പ്രദായത്തിൽ പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ കാലാകാലങ്ങളായി അനുവർത്തിച്ച് മുന്നോട്ട് പോരുമ്പോൾ
ആ തലത്തിലുള്ള ഒരു ഹോർമോൺ സിസ്റ്റം ആയിരിക്കും അവരുടെ ശരീരത്തിൽ ഫോം ചെയ്യുക. അപ്പോ ആ രീതിയിലുള്ള ഒരു ഹോർമോൺ സിസ്റ്റം ഫോം ചെയ്യുമ്പോൾ അത് പലതിലും അവരുടെ ആഹാര രീതിയിലാവാം, മറ്റു പല കാര്യങ്ങളിലും ആകാം. ആ ഒരു ഹോർമോൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതേ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാതെ വരുമ്പോൾ അവർക്ക് അത് നെഗറ്റീവായി മറ്റൊരു തരത്തിലേക്ക് അവർ മാറുമ്പോൾ അത് അവർക്ക് നെഗറ്റീവായിട്ട് ദോഷം ചെയ്യും. ശാസ്ത്രീയമല്ല എന്ന് കണ്ടാൽ എങ്ങനെ അത് ശാസ്ത്രീയമാക്കാം, മറ്റു ദോഷങ്ങളൊന്നുമില്ലാതെ ശാസ്ത്രീയമാക്കാം എന്നുള്ള പഠനങ്ങളും ആവശ്യമാണ്. ശാസ്ത്രീയമായ അറിവുകൾ നമ്മൾ സ്വീകരിക്കും തോറും, അറിവുകൾ നമ്മൾക്ക് കിട്ടും തോറും തെറ്റായ കാര്യങ്ങളെ നമ്മൾ മാറ്റി അവയെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം കുലം എന്ന് പറഞ്ഞാൽ കുലമാണ് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പറയാം, ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചതാണ്, ഞാൻ നായർ കുലത്തിൽ ജനിച്ചതാണ്, ഞാൻ ഈഴവ കുലത്തിൽ ജനിച്ചതാണ്, ഞാൻ നമ്പൂതിരി കുലത്തിൽ ജനിച്ചതാണ്, ഞാൻ ഭട്ടതിരി കുലത്തിൽ ജനിച്ചതാണ്, അങ്ങനെ പറയാം. ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയാൻ അവകാശമില്ല അവർക്കാർക്ക്. അടുത്തത് ഗോത്രം. ഒരുപക്ഷെ നമ്മളുടെ കേരളത്തില് ഗോത്രം എത്രത്തോളം അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു സമ്പ്രദായം തന്നെയാണ്, ഒരു ആചാര സമ്പ്രദായമാണ്. ഇപ്പോൾ വിശ്വാമിത്ര ഗോത്രം, ജൈമിനി ഗോത്രം, ഇങ്ങനെ ഒക്കെ പറഞ്ഞ ഓരോ ഋഷിമാരുടെ പേരിൽ ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രത്തില് രണ്ട് തരത്തിലാവാം. ഒന്ന് ജന്മം കൊണ്ടുമാകാം, കൂടാതെ ശിഷ്യത്വം കൊണ്ടുമാകാം. പറഞ്ഞു വന്നത് അവിടെ ബ്ലഡ് റിലേഷനുമാകാം, കൂടാതെ ആ ആചാര രീതികൾ പഠിച്ച് ആ ഒരു ഋഷിയുടെ കീഴിൽ പഠിച്ച് ആ ആചാര സമ്പ്രദായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശിഷ്യരും ആ ഗോത്രത്തിൽ തന്നെ പെട്ടവരാണ്. ഗോത്രം എന്ന് പറഞ്ഞാൽ ട്രൈബ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം, ട്രൈബ്. അപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ തരത്തിലുള്ള ആ ആചാര്യൻ അല്ലെ ആ ഋഷി ചിട്ടപ്പെടുത്തിയ ഒരു ആരാധനാ സമ്പ്രദായം, ഒരു ആചാര സമ്പ്രദായമുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ, വെറുതെ അല്ല, ശാസ്ത്രീയമായിട്ട് തന്നെ. കാരണം ഭൗതിക ജീവിതത്തിൽ ഗുണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഒരേ ഗോത്രത്തിലുള്ള ആൾക്കാരെ തമ്മിൽ വിവാഹം വരുത് എന്ന് കൃത്യം പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇവിടെയാണ് ആ സയൻസ് വർക്ക് ചെയ്യുന്നത്. ഒരു ഗോത്രത്തിലുള്ള ആരാധനാ സമ്പ്രദായം, ആ ആരാധനാ സമ്പ്രദായത്തിൽ പോസിറ്റീവും ഉണ്ടാവാം, നെഗറ്റീവും ഉണ്ടാവാം. ഇപ്പം നെഗറ്റീവായിട്ട് ഒരു രോഗം, ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം അവരുടെ ആരാധന സമ്പ്രദായത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നവർക്കൊക്കെ അതുണ്ട്. അപ്പോൾ സെയിം ഗോത്രത്തിലുള്ള ഒരാളുമായി വിവാഹം നടത്തിയാലും ആ അടുത്ത തലമുറയ്ക്കെല്ലാം ഇത് വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ മറ്റൊരു ഗോത്രത്തിലുള്ള ഒരാളുമായി വിവാഹം നടത്തിയാൽ ഒരുപക്ഷെ ഇതിന് ന്യൂട്രലൈസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഹോർമോൺ സിസ്റ്റം ആയിരിക്കും മറ്റൊരു ഗോത്രത്തിലുള്ള ആൾക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ന്യൂട്രലൈസ് ചെയ്ത് പോകപ്പെടും. ആചാര്യന്മാർ വളരെ കൃത്യമായിട്ടാണ് ഇതിനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താത്തത് കൊണ്ടുണ്ടാകുന്ന വലിയ ദോഷങ്ങൾ നമ്മളിത് തിരിച്ചറിയണം. ഇന്നത്തെ ജാതി സമ്പ്രദായം നമ്മളുടെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടേണ്ടതാണ്, തീർച്ചയായിട്ടും മാറ്റപ്പെടേണ്ടതാണ്. നമുക്ക് വേണ്ടത് കുലവും ഗോത്രവും ഒക്കെയാണ്. സാഹോദര്യം വളരെ ആവശ്യമാണ്. ഒരാൾ മാത്രം ശ്രമിച്ചാൽ പോരാ. എന്റെ സഹോദരങ്ങളാണ് ഇവിടെയുള്ളവരെ, ഞാൻ അവരെയും കൂടെ കൂട്ടുപിടിക്കണം. ജനനി എന്നാണ് പറയുന്നത് നമ്മൾ, അല്ലെ? ഭാരതാംബ എന്നാണ് പറയുന്നത്. ഈ അമ്മയുടെ മക്കളാണ് ഇവിടെയുള്ള ഓരോരുത്തരും. അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെ ആവശ്യമല്ലേ. എന്റെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ എന്തിനാണ് ഇത്ര മടി? ഒരുപക്ഷെ അറിവ് ഒരുപാടുള്ളവരുണ്ടാവാം, അറിവ് ഒട്ടുമില്ലാത്തവരുണ്ടാവാം. അതുകൊണ്ട് അറിവുള്ളവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ്, അറിവില്ലാത്തവരെല്ലാം വേറെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല, അറിവില്ലാത്തവരെയും കൂടെ നമുക്ക് ഉയർത്താൻ പറ്റണം. അതായത് രാമായണം, അധ്യാത്മ രാമായണം കൃത്യമായി വായിച്ചവർക്ക് മനസ്സിലാക്കാം എന്താണ് അതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. ഈശ്വരനായിരിക്കുന്ന രാമൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി തന്ന് അവയെ ഈശ്വരന്റെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുക, ഇതാണ് അവിടെ ചെയ്യുന്നത്. നമുക്കും അത് ആവശ്യമല്ലേ? അവിടെ രണ്ടു കൂട്ടരും ഉയരാനും ഒരു സമത്വത്തിലേക്ക് വരാൻ വേണ്ടി തയ്യാറാവണം. അതായത് ഒരുപാട് ഉയർന്നു നിൽക്കുന്നവര് പതുക്കെ താഴോട്ടൊന്ന് ഇറങ്ങി വന്ന് കൂടെയുള്ള സഹോദരങ്ങളെ കൈപിടിച്ചുയർത്താൻ അവരൊന്ന് തയ്യാറാകണം. കൂടാതെ ഒരുപാട് താഴെ നിൽക്കുന്നവര് കുറച്ചുകൂടെ ഉയരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവരും നടത്തണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സാഹോദര്യം
ഉയർത്തിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. മനസ്സിലാക്കുക, നമ്മൾ ഭാരതാംബയുടെ മക്കളാണ്. നമുക്കിവിടെ ജാതി സമ്പ്രദായം വേണ്ട. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. ജാതി പറഞ്ഞ് സഹോദരങ്ങളെ മാറ്റി നിർത്താതിരിക്കുക. എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എങ്ങനെ ഈ ഭൂമുഖത്തു നിന്ന് ഈ ജാതി സമ്പ്രദായത്തെ മാറ്റി നമ്മൾക്ക് എല്ലാവർക്കും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത്. നന്ദി.